In the last class, we find how to find the eigenvalues or eigenvectors of a given matrix. Okay, അത് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രൊസീജിയർ നമുക്കറിയാം. ആദ്യം നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് കണ്ടുപിടിക്കുന്നു. ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്യുന്നു. അതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണ്. എയുടെ ഓർഡർ എത്രയാണോ അതായിരിക്കും പോളിനോമിയലിൻ്റെ ഇക്വേഷൻ്റെ ഓർഡർ. അതിൻ്റെ റൂട്ട്സ് ആണ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് അല്ലെങ്കിൽ ഏഗൻ വാല്യൂസ് എന്ന് പറയും. നൗ അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്, കൺസിഡർ എ ഈസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ എൻ. വി കൺസിഡർ ഇപ്പോൾ എയുടെ മെട്രിക്സ് ഓർഡർ ആണെങ്കിൽ വി കൺസിഡർ എ കോളം മെട്രിക്സ് എക്സ്. ഇത് എൻ ബൈ എൻ മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എൻ. ദിസ് ഈസ് ആൻ എൻ ബൈ വൺ മെട്രിക്സ്. എക്സ് എയുടെ ഓർഡർ എത്രയാണോ അത്രയും വരുന്ന വേരിയബിൾ മെട്രിക്സ് ആണ് ഒരു കോളം മെട്രിക്സ്. എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ എക്സെട്ര എക്സ് ഒരു എൻ ബൈ വൺ മെട്രിക്സ് ആണ്. Okay, consider an n by 1 matrix which is called the variable matrix. And if we multiply A and X, if it is lambda into X, ആണെങ്കിൽ lambda is called the eigen value. lambda eigen value ആണ്. ഈ മെട്രിക്സ് ഒരു നോൺ സീറോ മെട്രിക്സ് ആയിരിക്കണം. എക്സ് ആ കോളം മെട്രിക്സ് ഒരു നോൺ സീറോ മെട്രിക്സ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നോൺ സീറോ വേണം. എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ എക്സെട്ര എക്സ് എൻ അതിന് ഒരു നോൺ സീറോ വാല്യൂ വേണം. ദെൻ ലാംഡ ഈസ് കോൾഡ് ദ eigen വാല്യൂ ഓർ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ. ദ കറസ്പോണ്ടിങ് നോൺ സീറോ വെക്റ്റർ ഈസ് കോൾഡ് ദ eigen വെക്റ്റർ ഓർ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ. ഓക്കെ, a scalar lambda is called an eigenvalue of the matrix A if there exists a non-zero matrix capital X such that AX equal to lambda X. Okay, but definition important ആണ്. Find the characteristic values and characteristic vectors or define എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം eigen value ആണ് ഡിഫൈൻ ചെയ്യുന്നത്. A scalar lambda is an eigen value of the square matrix A of order n if there exists a non-zero matrix X of order n by 1 satisfying AX equal to lambda X. Lambda is called the eigen value. The corresponding non-zero vector is called the eigen vector. Okay, അപ്പോൾ by the definition itself eigen vector എപ്പോഴും നോൺ സീറോ ആണ്. അപ്പോൾ ഏതെങ്കിലും സൊല്യൂഷൻ അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ സീറോ ആയി പോയാൽ അത് eigen vector അല്ല. eigen vector is always നോൺ സീറോ. ഓക്കെ, അപ്പോൾ ഇനി eigen vector ആകാനുള്ള അല്ലെങ്കിൽ eigen വാല്യൂ ആകാനുള്ള കണ്ടീഷൻ ഇതാണ്. ലാംഡ ഈസ് ആൻ eigen വാല്യൂ if and only if determinant of a minus lambda in equal to 0. ഇത് നമ്മൾ ഓൾറെഡി ആ പ്രൊസീജിയറിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് eigen values കണ്ടുപിടിക്കുന്നത്. എ മൈനസ് ലാംഡ എന്നുള്ള ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് എടുത്ത് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 കൊടുത്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അതിൻ്റെ തിയറിയാണിത് നമ്മൾ പറയാൻ പോകുന്നത്. ലാംഡ ഈസ് ആൻ eigen വാല്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ n ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് സപ്പോസ് ലാംഡ ഈസ് ആൻ eigen വാല്യൂ. eigen വാല്യൂ ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ there exists a non-zero vector x not equal to 0 such that ax equal to lambda x. ഓക്കെ, അങ്ങനെ ഒരു eigen vector അവിടെ എക്സിസ്റ്റ് ചെയ്യും. അതാണ് ഡെഫിനിഷൻ. ദാറ്റ് ഈസ് ax മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 ഓർ a മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. a മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഇതൊരു സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻസ് ആണ്. ഇൻ n ഇക്വേഷൻസും n വേരിയബിൾസും ഉള്ള ഒരു സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻസ് ആണെങ്കിൽ നമുക്ക് നോക്കാം. കൺസിഡർ ദ മെട്രിക്സ് എ ഈക്വൽ ടു 1 -1 2 0 1 3 0 0 -1 ഇങ്ങനെയൊരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കും. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് എന്ന് പറയുന്നത് എ മൈനസ് ലാംഡ I3 ആണ്. ഓക്കെ, ദിസ് ഈസ് 1 മൈനസ് ലാംഡ -1 2 0 1 മൈനസ് ലാംഡ 3 0 0 -1 -ലാംഡ. അതിൻ്റെ മെയിൻ ഡയഗണൽ എലമെൻസിൽ നിന്ന് നമ്മൾ ലാംഡ സബ്സ്ട്രാക്ട് ചെയ്യും. അതാണ് എ മൈനസ് ലാംഡ I3. ഇതിനെ എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ എയുടെ ഓർഡർ 3 ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ കോളം മെട്രിക്സ് x1 x2 x3 എന്ന് പറയുന്ന മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, എ മൈനസ് ലാംഡ I3 ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇതാണ് എ മൈനസ് ലാംഡ I3 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ x1 x2 x3 എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എ മൈനസ് ലാംഡ I3 ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും?
ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് ലാംഡ ഇൻറ്റു x1 മൈനസ് x2 പ്ലസ് 2x3 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 0 ഇൻറ്റു x1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x2 പ്ലസ് 3x3 ഈക്വൽ ടു 0. ദെൻ 0x1 പ്ലസ് 0x2 പ്ലസ് മൈനസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x3 ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. n ഇക്വേഷൻസ് ഉണ്ടാകും n വേരിയബിൾസിൽ. പക്ഷേ ഒരു ഹോമോജീനിയസ് സിസ്റ്റം ഇൻ n ഇക്വേഷൻസ് ഇൻ n വേരിയബിൾസിന് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാകാനുള്ള കണ്ടീഷൻ ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x1 x2 x3 എന്ന് പറയുന്ന മെട്രിക്സ് നോൺ സീറോ എന്നാണ്. അതായത് x1 x2 x3 ഏതെങ്കിലും ഒന്ന് നോൺ സീറോ ആകണം എന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിന് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കണം എന്നാണ്. ഓക്കെ, സിസ്റ്റം ഷുഡ് ഹാവ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 റെപ്രസെൻറ്റ്സ് എ സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് സിസ്റ്റം ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയതുകൊണ്ട് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് n ഇക്വേഷൻസ് ഇൻ n വേരിയബിൾസ് ആണ്. അങ്ങനെ ഒരു സിസ്റ്റത്തിന് എങ്ങനെയാണ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാകുന്നുള്ള കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആർ ഈക്വൽ ടു n ആണെങ്കിൽ അതിന് ഒരു ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ കാണത്തുള്ളൂ. ദാറ്റ് ഈസ് x1 0 x2 0 x3 0 എന്ന് പറയുന്നത്. അതായത് x ഈക്വൽ ടു 0 അല്ലേ. എക്സ് എന്ന് പറയുന്നത് x1 x2 x3 ഈക്വൽ ടു 0 എന്ന സൊല്യൂഷൻ മാത്രമേ ഈ സിസ്റ്റത്തിന് കാട്ടത്തുള്ളൂ ഇഫ് റാങ്ക് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ്. പക്ഷേ r ലെസ് ദാൻ n ആണെങ്കിൽ അതിനൊരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവും x നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്. x എപ്പോഴും നോൺ സീറോ ആയിരിക്കണം. അപ്പോൾ ഈ സിസ്റ്റത്തിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ് ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് r ലെസ് ദാൻ n ആയിരിക്കണം. r ലെസ് ദാൻ n ആകണം. ഈ കണ്ടീഷൻ നോക്കുക. ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ r എന്ന് പറയുന്നത് 1ഓ 2ഓ ആകണം. ഓക്കെ, r എന്ന് പറയുന്നത് ലെസ് ദാൻ n ആയിരിക്കണം, 1ഓ 2ഓ ആകണം. അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻ മെട്രിക്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 മൈനസ് ലാംഡ മൈനസ് 1 2 0 1 മൈനസ് ലാംഡ 3 0 0 മൈനസ് 1 മൈനസ് ലാംഡ ഇതാണ്. ഓക്കെ, നമുക്ക് റാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡേർഡ് സ്ക്വയർ സബ് മെട്രിക്സ് വിത്ത് നോൺ സീറോ ഡിറ്റർമിനന്റ്. ഓക്കെ, റാങ്ക് എന്ന് പറയുന്നത് ആ മെട്രിക്സിൻ്റെ ഏറ്റവും വലിയ സ്ക്വയർ സബ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആകുമ്പോൾ കിട്ടുന്ന ആ മെട്രിക്സിൻ്റെ ഓർഡറാണ്. അപ്പോൾ ഇത് സ്ക്വയർ മെട്രിക്സ് ആയതിൻ്റെ പേരിൽ ഇതിൻ്റെ മാക്സിമം ഓർഡർ ഉള്ള സ്ക്വയർ സബ് മെട്രിക്സ് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആയാൽ ഇതിൻ്റെ റാങ്ക് 3 ആയിട്ട് വരും. ഇതിൻ്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ മീൻസ് അത് റാങ്ക് 3 ആയിട്ട് വരും. പക്ഷേ ഡിറ്റർമിനന്റ് 0 ആയി പോയാൽ അതിൻ്റെ റാങ്ക് 3 ആകത്തില്ല. ഒന്നുകിൽ അത് 2 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ r ലെസ് ദാൻ n ആകാനുള്ള കണ്ടീഷൻ ഈ ഡിറ്റർമിനന്റ് ഓഫ് നമ്മുടെ ഈ മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആകുക എന്നുള്ളതാണ്. Okay, a minus lambda into x equal to 0 represents a system of n equations in n variables. Such a system has a non-trivial solution only if determinant of the coefficient matrix is 0. That is when r is less than n. Okay, അപ്പോൾ നമ്മുടെ തിയറം ഇതാണ്. തിയറത്തിൻ്റെ പ്രൂഫായി lambda is an eigenvalue of the given matrix A if and only if determinant of A minus lambda I equal to 0. Okay, അപ്പോൾ ഇങ്ങനെ വരുന്ന നോൺ സീറോ വെക്ടറിനെയാണ് നമ്മൾ eigen വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫൈൻ eigen വെക്ടർ മീൻസ് if lambda is an eigenvalue of the given matrix A, then there exists a non-zero matrix X such that determinant Ax equal to lambda x. ഓക്കെ, ഇതാണ് eigen വെക്ടറിൻ്റെ ഡെഫിനിഷൻ. അത് എപ്പോഴും ഓർത്തിരിക്കേണ്ടത് eigen വെക്ടർ എപ്പോഴും ഒരു നോൺ സീറോ വെക്ടർ ആയിരിക്കും. ഓക്കെ, ഇനി eigen വെക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. eigen വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ eigen വാല്യൂസ് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ eigen വാല്യൂസ് കണ്ടുപിടിക്കണം. ഓരോ eigen വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടും അറ്റ്ലീസ്റ്റ് 1 eigen വെക്ടർ കിട്ടും. ഓക്കെ, അത് നമുക്ക് നോക്കാം. Consider the matrix A. Find the eigen values and eigen vectors are. Okay. A is the matrix 8 minus 6 2 minus 6 7 minus 4 2 minus 4 3. ഇതാണ് A എന്ന് പറയുന്ന മെട്രിക്സ്. ഇതിൻ്റെ eigen വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം.
അത് ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് ഡിറ്റർമിനൻറ്റ് ഓഫ് A11 പ്ലസ് ഡിറ്റർമിനൻറ്റ് ഓഫ് A22 പ്ലസ് ഡിറ്റർമിനൻറ്റ് ഓഫ് A33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻറ്റ് ഓഫ് A ഈക്വൽ ടു 0. ഈ വാല്യൂസ് നമ്മൾ ഒന്നൊന്നായി കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത് ലാംഡ ക്യൂബ് മൈനസ് 18 ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് 45 ലാംഡ ഈക്വൽ ടു 0 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈഗൺ വാല്യൂസ് 0, 3, 50. അങ്ങനെ 3 ഈഗൺ വാല്യൂസ് ആണ് ഉള്ളത്. അപ്പോൾ ലാംഡയ്ക്ക് 3 വാല്യൂസ് ഉണ്ടെങ്കിൽ അതിന് 3 ഈഗൺ വെക്ടേഴ്സ് കിട്ടും. ആ ഈഗൺ വെക്ടേഴ്സ് എന്ന് പറയുന്നത് A മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന മെട്രിക്സ് ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ലാംഡയ്ക്ക് 0 കൊടുക്കുമ്പോൾ ഒരു ഈഗൺ വെക്ടർ കിട്ടും, ലാംഡയ്ക്ക് 3 കൊടുക്കുമ്പോൾ മറ്റൊരു ഈഗൺ വെക്ടർ കിട്ടും, ലാംഡയ്ക്ക് 15 കൊടുക്കുമ്പോൾ വേറൊരു ഈഗൺ വെക്ടർ കിട്ടും. അപ്പോൾ 3 ഡിസ്റ്റിങ്ക്റ്റ് ഈഗൺ വെക്ടേഴ്സ് ഉണ്ട്, ഈഗൺ വാല്യൂസ് ഉണ്ടെങ്കിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് ഈഗൺ വെക്ടേഴ്സ് കിട്ടും. സേ x1, x2 ആൻഡ് x3. 0ക്ക് ഫസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് x1ഉം 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് x2ഉം 15 കറസ്പോണ്ടിങ് ആയിട്ട് x3യും കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യുന്നത് ഈഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഈഗൺ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇൻഡിപെൻഡൻ്റ് എന്ന് വെച്ചാൽ ഒന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല. x1, x2, x3 are linearly independent eigenvectors, means they are pairwise independent. x1 is not a multiple of x2, x2 is not a multiple of x3, and x1 is not a multiple of x3. They are pairwise independent ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഇഫ് ഈഗൺ വാല്യൂസ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ദെൻ ഈഗൺ വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ 3 ഡിസ്റ്റിങ്ക്റ്റ് ഈഗൺ വാല്യൂസ് ഉണ്ടെങ്കിൽ 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഈഗൺ വെക്ടേഴ്സ് x1, x2, x3 കിട്ടും. ഈ ഇക്വേഷനിൽ ലാംഡ 0 കൊടുക്കുമ്പോൾ ഒരു ഈഗൺ വെക്ടർ, ലാംഡ 3 കൊടുക്കുമ്പോൾ ഒരു ഈഗൺ വെക്ടർ, ലാംഡ 15 കൊടുക്കുമ്പോൾ ഒരു ഈഗൺ വെക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ നോക്കാം. A മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ആ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ്. A മൈനസ് ലാംഡ എന്ന് പറയുന്ന മെട്രിക്സ് ഇതിനകത്ത് മെയിൻ ഡയഗണൽ എലമെന്റ്സിൽ നിന്ന് ലാംഡ സബ്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. 8 മൈനസ് ലാംഡ മൈനസ് 6, 2 minus 6, 7 minus lambda minus 4, 2 minus 4, 3 minus lambda. This is the matrix A minus lambda I. Into x എന്ന് പറയുന്നത് x1, x2, x3 എന്ന് പറയുന്നത് എന്താണോ മെട്രിക്സിൻ്റെ ഓർഡർ അത്രയും വരുന്ന ഒരു കോളം മെട്രിക്സ് ഈക്വൽ ടു 0. By solving we get 3 equations in 3 variables. That equation 8 minus lambda into x1 minus 6x2 plus 2x3 equal to 0. Then minus 6x1 plus 7 minus lambda x2 minus 4x3 0. Then 2x1 minus 4x2 plus 3 minus lambda x3 equal to 0. ഇതാണ് ഈ സിസ്റ്റം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, A മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ ഇതാണ്. Now we have to find eigenvector corresponding to lambda equal to 0. Lambda equal to 0 ഒക്കെയുള്ള eigenvector കണ്ടുപിടിക്കാൻ ചെയ്യണം. ഈ ഇക്വേഷനിൽ ലാംഡ 0 കൊടുക്കുക. That is 8x1 minus 6x2 plus 2x3 equal to 0. Minus 6x1 plus 7x2 minus 4x3 equal to 0. 2x1 minus 4x2 plus 3x3 equal to 0. This is the corresponding system of equations. Okay. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നമ്മൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻസ് എടുക്കുക. അപ്പോൾ ഒന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കിയാൽ മതി. ഇക്വേഷൻസ് ചെക്ക് വെദർ 1 is a multiple of the other. അപ്പോൾ 8 ഈ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡ് മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ സെക്കൻഡ് ഇക്വേഷൻ കിട്ടും നോക്കുക. അല്ല, ഈ 2 ഇക്വേഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ 8x1 and 2x ഇത് ഫസ്റ്റും തേർഡും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, സെക്കൻഡും തേർഡ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ആ 3 പെയർ വൈസ് ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻസ് കിട്ടും, ഒന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ലാതെ. അപ്പോൾ 3 കിട്ടിയാൽ ഏതെങ്കിലും 2 നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 നമുക്ക് ചൂസ് ചെയ്യാം. അത് 1ഉം 2 എടുക്കാം, അല്ലെങ്കിൽ 1ഉം 3ഉം എടുക്കാം, അല്ലെങ്കിൽ 2ഉം 3ഉം എടുക്കാം. ഏതെങ്കിലും ഒരു പെയർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻസ് എടുക്കാം. പക്ഷേ അതിൻ്റെ അകത്ത് 2 ഇക്വേഷൻസ് 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത് 2 നമ്മൾ ചൂസ് ചെയ്യണം നിർബന്ധമാണ്. എടുക്കുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻസേ ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 2 ഇക്വേഷൻസ് നമ്മൾ ചൂസ് ചെയ്തു, ഫസ്റ്റും സെക്കൻഡും ആണെന്ന് വിചാരിക്കുക.
ഫസ്റ്റ് സെക്കൻഡും ആണെങ്കിൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം കേട്ടോ. അത് ഞാനൊരു എളുപ്പ വഴി പറയുന്നതേ ഉള്ളൂ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് x1 x2 x3 കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ ഐഗൺ വെക്ടർ. ഓക്കെ, അതെങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. പല മെത്തേഡ്സ് നമുക്കറിയാം. ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 2 ഇക്വേഷൻസ് എടുത്തു. ആ 2 ഇക്വേഷൻസിന്റെ കോഎഫിഷ്യൻസ് ഏതെടുത്താലും കുഴപ്പമില്ല, 1ഉം 2ഓ 1ഉം 3ഓ 2ഉം 3ഓ എങ്ങനെ എടുത്താലും സൊല്യൂഷൻ സെയിം ആയിരിക്കും. ഓക്കെ, 3ഉം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ 2 ഉള്ളെങ്കിൽ അത് 2 ചൂസ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കോഎഫിഷ്യൻസ് എടുക്കുക. 8 -6 2 -6 7 -4 ഇതാണ് ഈ ഇക്വേഷൻസിന്റെ കോഎഫിഷ്യൻസ്. x1ന്റെ വാല്യൂ കിട്ടാൻ ഇതൊരു ഡിറ്റർമിനന്റ് പോലെ നമ്മൾ കണ്ടുപിടിക്കുക. x1ന്റെ വാല്യൂ കിട്ടാൻ ഫസ്റ്റ് കോളം അവോയ്ഡ് ചെയ്യുക. ബാക്കി വരുന്ന ഒരു 2/2 മെട്രിക്സ് ആണെന്ന് അസ്യൂം ചെയ്യുക. അതിന്റെ ഡിറ്റർമിനന്റ് കാണുക. -6 × -4 ദാറ്റ് ഈസ് 6 × 4 24 -7 × 2 40. അതാണ് x1ന്റെ വാല്യൂ. 24 - 14 ദാറ്റ് ഈസ് 10. x1 ഈസ് 10. ഇതൊരു ഡിറ്റർമിനന്റ് ആണെങ്കിൽ നമുക്കറിയാം, ഡിറ്റർമിനന്റ് പോലെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് വാല്യൂ എപ്പോഴും നമ്മൾ മൈനസ് എടുക്കുക. അപ്പോൾ മൈനസ് ഇടാൻ നിങ്ങൾ മറന്നുപോകും. -x2 സെക്കൻഡ് കോളം അവോയ്ഡ് ചെയ്യുക. ബാക്കി കിട്ടുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 8 × -4 -32 -6 × 2 12. സോ +12 കിട്ടും. വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. സോറി 20 ഒരു -20 ആണ് കിട്ടുന്നത്. മുകളിലൊരു മൈനസ് ഉണ്ട്. ഇപ്പോൾ 20 കിട്ടി. x3യുടെ വാല്യൂ കിട്ടാൻ തേർഡ് കോളം അവോയ്ഡ് ചെയ്യുക. 8 × 7 -36. ഓക്കെ, അതും 20 ആണ്. അപ്പോൾ x1 ഈസ് 10, x2 ഈസ് 20, x3 ഈസ് 20 എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. 10 20 20 എല്ലാത്തിനും നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് 1 2 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുക. ആ കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x1 ഈസ് 1, x2 ഈസ് 2, x3 ഈസ് 2. ഓക്കെ, സോ eigen വെക്ടർ അത് നമ്മൾ x1 എന്ന് വിളിച്ചാൽ x1 ഈസ് ദ വെക്ടർ 1 2 2. ഇതിൻ്റെ ഏത് മൾട്ടിപ്പിളും ആകാം. ഓക്കെ, ഇതിനെ നമുക്ക് 2 4 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ -1 2 -2 എന്ന് എഴുതാം. എങ്ങനെയാണെങ്കിലും ഈ eigen വെക്ടറിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. മൾട്ടിപ്പിൾസ് ഏതും ഇതിൻ്റെ eigen വെക്ടർ തന്നെയാണ്. അപ്പോൾ നമ്മളതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് λ = 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വെക്ടർ. അത് 1 2 2 ആണ്. ഇനി λ = 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വെക്ടർ നോക്കാം. λ = 3 തന്നിരിക്കുന്ന ഇക്വേഷനിൽ ലാംഡയ്ക്ക് 3 കൊടുക്കുക. 8 - 3 ദാറ്റ് ഈസ് 5x1 -6x2 + 2x3 = 0. Second equation is -6x1, then 7 - 3 is 4x2 - 4x3 = 0. ഇവിടെ ഒരു 2 കോമൺ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ മൊത്തം 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് -3x1 + 2x2 - 2x3 = 0. അടുത്ത ഇക്വേഷൻ 2x1 - 4x2 3 - 3 ആണ്. സോ 0x3 = 0. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് ഏതെങ്കിലും 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് എങ്കിലും കിട്ടുമെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ നോക്കുക. ഒന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഫസ്റ്റും തേർഡും എടുത്താൽ അതും മൾട്ടിപ്പിൾസ് അല്ല. സെക്കൻഡും തേർഡും എടുത്താൽ മൾട്ടിപ്പിൾസ് അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും 2 ചൂസ് ചെയ്യാം. അതിൻ്റെ കോഎഫിഷ്യൻസ് എഴുതുക. 5 -6 2 -3 2 -2. സോ ദ വാല്യൂ ഓഫ് x1 വിൽ ബി, ഫസ്റ്റ് കോളം കളയുക, -6 × -2 ദാറ്റ് ഈസ് 12 - 4. വാല്യൂ ഈസ് 8. x2 എടുക്കാൻ ആദ്യം മൈനസ് കൊടുക്കുക. -x2 ഡിവൈഡഡ് ബൈ 5 × -2 ദാറ്റ് ഈസ് -10 minus of minus y plus 6 that is -4. Then x3 യുടെ വാല്യൂ തേർഡ് കോളം കളയുക. 5 × 2 10 -80 that is -8. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. നമുക്ക് മൊത്തം -4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് -2 1 2 ഇതാണ് അവിടുത്തെ eigen വെക്ടർ. ഓക്കെ, λ = 3യുടെ eigen വെക്ടർ നമ്മൾ x2 എന്ന് വിളിച്ചാൽ ദിസ് ഈസ് -2 1 2 -2 1 is the eigen vector. -2 1 ഇത് വേണമെങ്കിൽ 2 -1 2 -2 എന്ന് എഴുതാം. ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് eigen വെക്ടർ ആണ്.
2 -1 -2 എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അത് ഓക്കെ, ഇവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റി കേട്ടോ. ഇവിടെ മുകളിലും താഴെ മൈനസ് ആകുമ്പോൾ ഇത് പ്ലസ് കിട്ടും. ഓക്കെ, -2 അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ 2 കൊണ്ട് 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. 2 1 -2. 2 1 -2 ഇസ് ദ ഏഗൻ വെക്ടർ. ഇപ്പോൾ ഇതിൻ്റെ ഏത് മൾട്ടിപ്പിളും ഏഗൻ വെക്ടർ ആണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇത് ജനറൽ ഫോം 2k1 2k -2k എന്ന് എഴുതാം. വേർ k ഈസ് എനി നോൺ സീറോ നമ്പർ. ഇപ്പോൾ k1 ആകുമ്പോൾ അത് 2 1 -2 ആകാം. k2 ആകുമ്പോൾ 4 2 -4 ആകാം. അത് ഏതും അതിൻ്റെ ലാംഡ = 3യുടെ ഏഗൻ വെക്ടർ ആയിക്കോളും. ഓക്കെ, ഇനി അടുത്തത് ലാംഡ = 15ൻ്റെ ഏഗൻ വെക്ടർ കണ്ടുപിടിക്കും. ലാംഡ = 15. ഇപ്പോൾ 8 - 15 is -7x1 -6x2 plus 2x3 is 0. Then -6x1 7 - 15 8 ആണ്. -8x2 -4x3 = 0. അവിടെ 2 കൊണ്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം, അല്ല -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ വി ഗെറ്റ് 3x1 plus 4x2 plus x3 = 0. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -6x1 7 - 15 8 -8 ആയിരുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 -4x3 3x1 plus 4x2 plus x3 = 0. Then 2x1 minus 4x2 3 minus 15 is 12x3 = 0. അവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണമെങ്കിൽ x1 minus 2x2 plus 6x3 = 0. അപ്പോൾ നോക്കുക, 3 ഇക്വേഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം ചൂസ് ചെയ്യാം. നമ്മൾ എളുപ്പത്തിന് സെക്കൻഡ് തേർഡ് അവിടുത്തെയാണ് കോഎഫിഷ്യൻസ് സിമ്പിളായിട്ട് കിടക്കുന്നത്. നമുക്ക് അത് നോക്കാം. 3 4 1 1 -2 6. x1ൻ്റെ വാല്യൂ ഫസ്റ്റ് കോളം കളയുക. 24 + 3 ദാറ്റ് ഈസ് 27. x2 എടുക്കുമ്പോൾ ഒരു മൈനസ് ഉണ്ട്. -x2 / 18 - 1. 18 - 1 17 ആണ്. സോ മുകളിൽ ഒരു മൈനസ് ഉണ്ട്, -17. x3 ഈസ് -6 - 4 that is -2. So eigenvector is 27 -70 -2 എന്ന് കിട്ടും.